സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇക്വാലൻസി ഫസ്റ്റ് ഇയർ ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ ആദ്യത്തെ യൂണിറ്റിലെ പോയമായിട്ടുള്ള എ പുവർ വുമൺ ലേൺസ് ടു റൈറ്റ് എന്നുള്ളതാണ്. ആ ടൈറ്റിലിന്റെ മീനിങ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എ പുവർ വുമൺ, ഒരു പാവപ്പെട്ട സ്ത്രീ, ലേൺസ് ടു റൈറ്റ്, എഴുതാൻ പഠിക്കുകയാണ്. ഒരു പാവപ്പെട്ട സ്ത്രീ എഴുതാൻ പഠിക്കുന്നു. അതാണ് ആദ്യത്തെ പാഠം എന്ന് പറയുന്നത്. അപ്പൊ ഇത് അക്ഷരാഭ്യാസമില്ലാത്ത ഒരു സ്ത്രീയുടെ വിജ്ഞാനം നേടാനുള്ള ഒരു അഭിവാഞ്ച, അതിയായ ഒരു ആഗ്രഹം, അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ കവിതയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കവിതയ്ക്കൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്, അതിലൂടെ ഒന്ന് കടന്നുപോയി നോക്കാം. The magnitude of success a person enjoys depends on the condition in which he or she lives. The magnitude, വ്യാപ്തി, എന്തിന്റെ വ്യാപ്തിയാണ്? The magnitude of success, വിജയത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത്. The magnitude of success a person enjoys, ഒരാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിജയത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത്, it depends on the condition in which he or she lives. അയാളുടെ ജീവിത സാഹചര്യത്തെ അനുസരിച്ചിരിക്കും. ഒരാളുടെ ജീവിത സാഹചര്യത്തെ അനുസരിച്ചാണ് അയാളുടെ വിജയത്തിന്റെ വലിപ്പം അളക്കുന്നത്. ഒരുപാട് ധനികനായിട്ടുള്ള ഒരാളാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളിലൊന്നും വലിയ സന്തോഷം നേടാൻ അവർക്ക് സാധിക്കുകയില്ല. വളരെ പാവപ്പെട്ട ഒരാളാണെങ്കിൽ എന്ത് ചെറിയൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാലും അവന് അതിയായ സന്തോഷം ഉണ്ടാവും. കാശില്ലാത്ത ഒരു പാവപ്പെട്ട ആൾക്ക് അത്യധികം കഷ്ടപ്പെട്ട് ഒരു മൊബൈൽ ഫോൺ വാങ്ങാൻ കഴിഞ്ഞാൽ പുള്ളിക്കാരന് ഭയങ്കര സന്തോഷമാവും. പക്ഷെ ഒരു ധനികനായ ആൾക്കാർക്ക് അതൊരു പ്രശ്നമല്ല. അവർ വേണമെങ്കിൽ ഐഫോൺ വാങ്ങും, അതിലപ്പുറമുള്ളതുണ്ടെങ്കിൽ വാങ്ങും. അവർക്ക് അതൊരു പുതുമയുള്ള കാര്യമല്ല. അതേപോലെ തന്നെ 10ാം ക്ലാസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പരീക്ഷ കഴിഞ്ഞാൽ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവും, ജയിക്കോ ഇല്ലേ എന്നുള്ള പേടി. അങ്ങനെ പേടിച്ചിരിക്കുന്ന ഒരു കുട്ടി അങ്ങനെ ജയിച്ച് കിട്ടിയാൽ ആ വിജയത്തിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് വല്ലാത്തൊരു മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. അതാണ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സക്സസ്. വി നീഡ് നോട്ട് ഡു ഗ്രേറ്റ് തിങ്സ് ടു ബി സക്സസ്ഫുൾ ഇൻ ലൈഫ്. ജീവിതത്തിൽ വിജയത്തിനായിട്ട് ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യണമെന്നില്ല. ഈവൻ ട്രിവിയൽ പേഴ്സണൽ ഗെയിൻസ് ക്യാൻ ബൂസ്റ്റ് അവർ മൊറാൽ. മൊറൈൽ എന്ന് വായിക്കാൻ തോന്നും, പക്ഷെ അതിന്റെ പ്രൊനൗൺസിയേഷൻ മൊറാൽ എന്നാണ്. ആൻഡ് മേക്ക് us പ്രൗഡ്. ഇപ്പൊ നമ്മുടെ ചെറിയ രീതിയിലുള്ള സില്ലി ആയിട്ടുള്ള ട്രൈവിയൽ ആയിട്ടുള്ള പേഴ്സണൽ ഗെയിൻസ്, ദ ഗെയിൻസ് എന്ന് പറഞ്ഞാൽ നേട്ടങ്ങൾ, നമുക്കുണ്ടാകുന്ന വ്യക്തിപരമായ നേട്ടങ്ങൾ ചെറുതാണെങ്കിൽ പോലും ഇറ്റ് ക്യാൻ ബൂസ്റ്റ് അവർ മൊറാൽ. ആത്മവീര്യത്തെ അത് പരിപോഷിപ്പിക്കും. ഇറ്റ് ക്യാൻ ബൂസ്റ്റ്. ബൂസ്റ്റ് മീൻസ് ഹിയർ ഇൻക്രീസ്, വർദ്ധിപ്പിക്കുക എന്നുള്ള മീനിങ്ങേ ഉള്ളൂ. ഇപ്പൊ ചെറിയ നേട്ടങ്ങൾ പോലും ഒരാളുടെ ആത്മവീര്യം, മൊറാൽ വർദ്ധിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് മേക്ക് us പ്രൗഡ്. ചെറിയ നേട്ടങ്ങൾ പോലും നമ്മളെ വളരെ പ്രൗഡാക്കുകയാണ്, അഭിമാനിതരാക്കുകയാണ്. The poem reflects on what a poor woman who hopes for liberation has gained through education. It gives us an impression of, reflects on means gives us an idea of, നമുക്കൊരു ധാരണ തരികയാണ്. എന്തിനെ കുറിച്ചാണ്? വാട്ട് എ പുവർ വുമൺ ഹു ഹോപ്സ് ഫോർ ലിബറേഷൻ. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഹോപ്പ് ചെയ്യുന്ന, പ്രതീക്ഷിക്കുന്ന ഒരു സ്ത്രീ അത് നേടിയെടുക്കുന്നത് ഏതിലൂടെയാണ്? ഹാസ് ഗെയിൻ ത്രൂ എഡ്യൂക്കേഷൻ. സ്വാതന്ത്ര്യം ആരായാലും നേടിയെടുക്കുന്നത് തീർച്ചയായിട്ടും അറിവിലൂടെ ആയിരിക്കും. അറിവുള്ളവനെ സ്വാതന്ത്ര്യമുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു പാവപ്പെട്ട സ്ത്രീ പോലും സ്വാതന്ത്ര്യത്തിന് വേണ്ടി അറിവ് നേടാൻ ആഗ്രഹിക്കുകയാണ്. ദാറ്റ് ഈസ് എ പുവർ വുമൺ ലേൺസ് ടു റൈറ്റ്. Okay, let us go through this poem. The first stanza. She squats, bare feet, splayed out, not graceful, skirt tucked around ankles. She squats. അവളുടെ പോസ്ചർ, അവൾ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നാണ്, അവളുടെ ഫിസിക്കൽ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് ആദ്യത്തെ സ്റ്റാൻസയിൽ പറയുന്നത്. ഷീ സ്ക്വാറ്റ്സ്. അവൾ ഇരിക്കുകയാണ്. എങ്ങനെയാണ് ഇരിക്കുന്നത്? സ്ക്വാറ്റ് ചെയ്യുക. എക്സസൈസിലൊക്കെ നമ്മൾ സ്ക്വാറ്റ് ചെയ്യാറുണ്ട് അല്ലെ, കുന്തിച്ചിരിക്കുന്നത് പോലെ ഇരിക്കുക. ഷീ സ്ക്വാറ്റ്സ് ബെയർ ഫീറ്റ്. പുള്ളിക്കാരി ചെരുപ്പൊന്നും ധരിച്ചിട്ടില്ല, അവൾ അങ്ങനെ കുത്തിയിരിക്കുകയാണ്. സ്പ്ലേഡ് ഔട്ട്. ചെരിഞ്ഞ രീതിയിലാണ് പുള്ളിക്കാരി ഇരിക്കുന്നത്. മുന്നിലേക്ക് ആഞ്ഞിരിക്കുകയായിരിക്കും ഒരുപക്ഷെ. എങ്ങനെയായാലും ആ ഇരുത്തം എങ്ങനെയല്ല, നോട്ട് ഗ്രേസ്ഫുൾ. കാണുന്ന ആളുകൾക്ക് സന്തോഷം നൽകുന്ന രീതിയിലുള്ളതല്ല. എന്ന് വെച്ചാൽ ദ വേ ഷീ സിറ്റ്സ് ഈസ് നോട്ട് ദാറ്റ് മച്ച് ബ്യൂട്ടിഫുൾ. അവൾ ഇരിക്കുന്ന രീതി അത്രയ്ക്ക് ഭംഗിയുള്ളതല്ല. സ്കേർട്ട് ടക്ഡ് അറൗണ്ട് ആംഗിൾസ്. തന്റെ സ്കർട്ട്, ആ പാവാട, ഇറ്റ്
ടക്ഡ് അറൗണ്ട് ആംഗിൾസ്, അതങ്ങനെ ചുരുട്ടി വെച്ചിട്ടുണ്ട്, കാലിന്റെ നെരിയാണിയുടെ മുകളിലേക്ക് വലിച്ചു ചുരുട്ടി വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ആ സ്ത്രീ ഇരിക്കുന്നത്, സ്ക്വാറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇൻ ദ ഫസ്റ്റ് ആൻസർ വി സീ the answer of the first question, that is, how is the old woman seated? Hope you can answer this question. And the next answer, her face is lined and cracked. She looks old, older than anything. Her face is lined and cracked. In the previous stanza, we understood that she is not that much beautiful, she is not that much graceful. അത്രയ്ക്ക് മനോഹരിയായിട്ടുള്ള ഒരാളൊന്നുമല്ല. അവരുടെ മുഖം എങ്ങനെയാണെന്ന് നോക്കൂ, lined and cracked. She looks as an old woman. മുഖത്ത് വരകളും ചുളിവുകളും അതുപോലെ തന്നെ മുഖം വിണ്ടുകീറിയിട്ടുമൊക്കെയുള്ള ഒരു സ്ത്രീയാണത്. She looks old. From the second stanza we understand that her face is lined and cracked. She was like an old woman. She is not actually very old. When we look at her, we will see that she looks very old. She appears very old. Older than anything. മറ്റെന്തിനേക്കാൾ പ്രായമുള്ള ഒരു വ്യക്തിയായിട്ട്. കണ്ടാൽ ഇത്രത്തോളം പ്രായമുള്ള ഒരു വ്യക്തിയും അല്ലെങ്കിൽ ഒരു വസ്തുവും ഈ ഭൂമിയിൽ ഇല്ല എന്ന് തോന്നുന്ന രീതിയിൽ അത്രയും പ്രായമുള്ള ഒരാളായിട്ടാണ് അവരെ നോക്കുന്ന സമയത്ത് മറ്റൊരാൾക്ക് ഫീൽ ചെയ്യുക. She is probably 30. Her hands also are lined and cracked and awkward. Her hair concealed. She prints with a stick laboriously in the wet grey dirt, frowning with anxiety. She is probably 30. Her hands are lined and cracked. 30 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എങ്കിലും അവരുടെ കൈകളെല്ലാം വരവീണതാണ്, അതായത് ലൈൻഡ് ആണ്. അതുപോലെ തന്നെ ക്രാക്ഡ്, നേരത്തെ മുഖത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. സോ ലൈക്ക് ഹെർ ഫേസ്, ഹെർ ഹാൻഡ്സ് ഓൾസോ ആർ ലൈൻഡ് ആൻഡ് ക്രാക്ഡ്. ഇറ്റ് ഈസ് ഓൾസോ ഓക്വേർഡ്, വികൃതമായതാണ്, ക്ലംസിയാണ്, നോട്ട് ബ്യൂട്ടിഫുൾ, അഗ്ലി. ഹെർ ഹെയർ കൺസീൽഡ്. She has covered her hair. She has covered her head. തല തുണി കൊണ്ട് മൂടിയിട്ടുണ്ട്. She prints with a stick laboriously. She prints. She writes with a stick. ഒരു വടി കൊണ്ട് അവൾ എഴുതുകയാണ്. എങ്ങനെയാണ് എഴുതുന്നത്? Laboriously. So it's very difficult for her to write something using stick. She was trying to write it very laboriously. Means with difficulty. Where is she writing? She is writing in the wet grey dirt. എവിടെയാണ് അവൾ എഴുതുന്നത് നോക്കൂ, ഒരു നനഞ്ഞ ചാരനിറത്തിലുള്ള ചെളിയിലാണ് അവർ എഴുതുന്നത്. അവരുടെ മുഖത്തെ എക്സ്പ്രഷനിലേക്ക് ഒന്ന് നോക്കൂ. Look at her face. Her face is frowning with anxiety. Frowning means wrinkle one's forehead. നെറ്റി ചുളിക്കുക എന്നാണ് ഫ്രൗൺ എന്നുള്ളതിൻ്റെ അർത്ഥം. She is frowning with anxiety. ഇപ്പോൾ അവൾ നെറ്റി ചുളിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? ഉത്കണ്ഠ കൊണ്ടാണ്. She is in fear, thinking that whether what she is writing is right or wrong. താൻ എഴുതുന്നത് ശരിയാകുമോ അതോ തെറ്റുമോ എന്നുള്ള ഉത്കണ്ഠ മുഖത്തുണ്ട്. അതുകൊണ്ടാണ് അവർ നെറ്റി ചുളിച്ചിരിക്കുന്നത്. നെറ്റി ചുളിച്ചുകൊണ്ട് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് അവരെന്തോ ആ അഴുക്കിൽ എഴുതാൻ വേണ്ടി, ആ ചെളിയിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുകയാണ്. Great big letters there. It is finished. Her first word so far. So those letters are very big. She has written that letters in big size. Also it is great. At least to her, those letters are great to her because she has attempted for writing that letter the first time and she has succeeded in her attempt. That is why that big word is described as great. It's finished. So she has completed her task, her first word so far. She has written her word here, her first word ever that written in her life. ജീവിതത്തിൽ ആദ്യമായിട്ട് എഴുതിയ ആ വാക്ക് ഇതാ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അത് വളരെ വലിയ അക്ഷരങ്ങളാണ്, അവൾക്ക് വളരെ മഹത്തായതുമാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു അക്ഷരമായതുകൊണ്ടാണ് ആ വാക്കിനെ ഗ്രേറ്റ് എന്ന് പറഞ്ഞിട്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത് കവി ഇവിടെ. She never thought she could do this. Not her. This was for others. She never thought she could do this. She never thought that she could complete this letter. ഒരിക്കലും തനിക്കിങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. Not her. This was for others. So she has written this letter not for herself. She was proving something to others. She was proving that she was confident enough
to educate herself. സ്വയം വിദ്യാഭ്യാസത്തിന് അർഹതയുള്ള ആളാണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ തുടക്കം താൻ നേടിയിരിക്കുന്നു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അവരിങ്ങനെ ഒരു എഴുത്തിന് അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ ഒരു എഴുത്തിന് മുതിർന്നിരിക്കുന്നത്. അങ്ങനെ വളരെ വിജയകരമായി ആദ്യത്തെ ആ പ്രവൃത്തി പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ that letter was not for her, it was for others. She looks up, smiles as is apologizing, but she's not this time. She did right. She looks up. So after completing that letter, she looks up. മുകളിലേക്ക് നോക്കുകയാണ്. Now she smiles, ഒരു ചിരി. As is apologizing, ഒരു ക്ഷമാപണം നടത്തുന്നത് പോലെയുള്ള ഒരു ചിരി. എന്തിനാ ഈ എഴുതിയതിന് ക്ഷമാപണം നടത്തുന്നത്? ഒരുപക്ഷെ തെറ്റിക്കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്. അവരുടെ ഉത്തരം തെറ്റാണോ ശരിയാണോ എന്ന കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സമയത്ത് ടീച്ചേഴ്സിനെ നോക്കിക്കൊണ്ട് ഉള്ള ഒരു ചിരിയുണ്ട്. ആ ചിരിയാണ് ഇവിടെ അപ്പോളജൈസിങ് സ്മൈൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. When someone is confused about his answer when he is studying in schools, he looks apologetically to her teacher. But now she is not apologizing because she was sure of what she has written. So now she is not apologizing. ആദ്യം തോന്നി ഒരുപക്ഷെ അവൾ അപ്പോളജൈസ് ചെയ്തുകൊണ്ടായിരിക്കും ആ ചിരിക്കുന്നത്. പക്ഷേ അവൾ അങ്ങനെയല്ല. കാരണം she did it right. At least to her confidence, at least for herself, she has done it right. അവളത് ശരിയായി ചെയ്തിട്ടുണ്ട് എന്ന് അവൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ ആ പഴയതുപോലെ അപ്പോളജൈസിങ് ചെയ്തുകൊണ്ടല്ല മുകളിലേക്ക് നോക്കുന്നതും ചിരിക്കുന്നതും. So she is having a smile of confidence. What does the mud say? Her name? We can't read it, but we can guess. Look at her face. Joyful flower, a radiant one, sun or water. What does the mud say? മണ്ണ് എന്താണ് പറയുന്നത്? What is in that mud? What is written in that mud? It may be her name. She may have written her name in that mud. But there's a problem. That is, we can't read it. നമുക്കത് മനസ്സിലാവില്ല, നമുക്കത് വായിക്കാൻ സാധിക്കുകയില്ല. But we can guess. പക്ഷെ നമുക്കത് ഊഹിക്കാൻ സാധിക്കും. Look at her face. എന്താണ് എഴുതിയത് എന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കും. അവരുടെ മുഖത്തേക്കൊന്ന് നോക്കൂ. അവരുടെ മുഖം ഏതുപോലെയാണ്? ജോയ്ഫുൾ ഫ്ലവർ, റേഡിയന്റ് സൺ, സൺ ഓൺ വാട്ടർ. ജോയ്ഫുൾ ഫ്ലവർ ആണോ? ഒരു പുഷ്പമാണോ? എങ്ങനത്തെ പുഷ്പമാണ്? ജോയ്ഫുൾ ഫ്ലവർ. സന്തോഷം നിറഞ്ഞ് പ്രകാശം തൂവി നിൽക്കുന്ന ഒരു പൂവാണോ ആ മുഖം? അതോ സൺ ഓൺ വാട്ടർ, ഓർ ഇറ്റ് ഇസ് സൺ ദാറ്റ് റിഫ്ലെക്ട്സ് ഓൺ വാട്ടർ? വെള്ളത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന സൂര്യന്റെ പ്രതിബിംബമാണോ? എന്താണത്? നല്ല തിളക്കമുള്ള മുഖമാണിപ്പോൾ ആ സ്ത്രീയുടേത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് പോയം. ആൻഡ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ഐ തിങ്ക് we shall have a review on this chapter, and also we can discuss the question answers. Thank you. Meet you soon.